യെസ്. അപ്പൊ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ അരിത്തമാറ്റിക് സീക്വൻസ് എന്താണെന്നും സീക്വൻസിന്റെ ടേംസ് എങ്ങനെ കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരിത്തമാറ്റിക് സീക്വൻസിന്റെ കാര്യം. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലൊരു ഫസ്റ്റ് ടേം ഉണ്ടാവും, കോമൺ ഡിഫറൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുക്കണേ. അരിത്തമാറ്റിക് സീക്വൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അരിത്തമാറ്റിക് സീക്വൻസിന് ഒരു ഫസ്റ്റ് ടേം ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ സീക്വൻസ് എങ്കിൽ 2, 7, അതേമാതിരി 12 ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആണെങ്കിൽ, അതായത് 5 ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ് ആണെങ്കിൽ ഇതിലെ ഫസ്റ്റ് ടേം എന്തായിരുന്നു? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്, ഫസ്റ്റ് ടേം ആദ്യത്തെ പദം, ആദ്യം ആരാണോ ഉള്ളത് അയാളാണ് ഫസ്റ്റ് ടേം, അത് 2ഉം. കോമൺ ഡിഫറൻസ് എന്തായിരുന്നു? പൊതുവായിട്ടുള്ള വ്യത്യാസം എന്താണ് നമ്മൾ അവിടെ ആഡ് ചെയ്ത് പോകുന്നത് അത് നോക്കിയാൽ മതി. എന്താണ് നമ്മൾ അവിടെ ആഡ് ചെയ്ത് പോകുന്നത്? 5 ആയിരുന്നു, +5. അപ്പൊ അവിടുത്തെ കോമൺ ഡിഫറൻസ് 5 ആയിരുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹെഡിങ് കണ്ടോ, പൊസിഷൻ ആൻഡ് ടേംസ്. നമ്മൾ അതിൽ എന്താ നോക്കാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പൊ ഞാൻ ഒരു ജനറൽ ആയിട്ട് ഒരു സീക്വൻസ് എഴുതാണ്. അപ്പോൾ അത് പറഞ്ഞാൽ വേഗം മനസ്സിലാവും കരുതുന്നു, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഫസ്റ്റ് ടേം എ ആയിട്ടും കോമൺ ഡിഫറൻസ് ഡി ആയിട്ടുള്ള ഒരു സീക്വൻസ് എടുക്കണം. ഫസ്റ്റ് ടേം എ ആണ്, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ എ കൂടെ ഒരു ഡി കൂട്ടിയതായിരിക്കും സെക്കൻഡ് ടേം. ആണോ? ഒരു ഡിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത ടേം കിട്ടും. ആണോ? അപ്പൊ എ പ്ലസ് ഡി ഉണ്ട് ഓൾറെഡി, എ പ്ലസ് 2d, 2d കൂട്ടണ്ടേ? അപ്പൊ അതായിരിക്കും മൂന്നാമത്തെ ടേം. അടുത്ത ടേം എന്തായിരിക്കും? എ പ്ലസ് 3d ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ടേം എ പ്ലസ് 4d ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ടേം എ പ്ലസ് 5d ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ സീക്വൻസ് പോകുന്നത്. അടുത്ത ടേംസിനൊക്കെ ഒന്ന് എഴുതി നോക്കട്ടെ. ഫസ്റ്റ് ടേം നമുക്ക് എന്താ കിട്ടിയത്? ഫസ്റ്റ് ടേം നമ്മൾ എടുത്തത് എ ആയിരുന്നു. ആണോ? സെക്കൻഡ് ടേം നമ്മൾ എന്താ എടുത്തത്? സെക്കൻഡ് ടേം നമ്മൾ എടുത്തത് എ പ്ലസ് ഡി ആയിരുന്നു. ആണോ? തേർഡ് ടേം നമ്മൾ എടുത്തത് എ പ്ലസ് 2d ആയിരുന്നു. ഫോർത്ത് ടേം നമ്മൾ എടുത്തത് എ പ്ലസ് 3d ആയിരുന്നു. ഫിഫ്ത്ത് ടേം നമ്മൾ എടുത്തത് എ പ്ലസ് 4d ആയിരുന്നു. ആണോ? സിക്സ്ത് ടേം നമ്മൾ എടുത്തത് എ പ്ലസ് 5d ആയിരുന്നു. ആണോ? ഇപ്പൊ നോക്ക്, ഇപ്പൊ ഇവിടെ ഒരു സീക്വൻസ് ജനറേറ്റ് ആയി വരുന്നുണ്ടോ? ഫസ്റ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ, ഡൗട്ട് ഇല്ല. രണ്ടാമത്തെ ടേം നോക്ക്, രണ്ടാമത്തെ ടേം കിട്ടാൻ നമ്മൾ എ കൂടെ ഒരു ഡി കൂട്ടി, എ പ്ലസ് 1d, വെറും ഡി എന്ന് എഴുതിക്കാൻ 1d. തേർഡ് ടേം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? എ പ്ലസ് 2d. ആണോ? എയിലൂടെ 2d കൂട്ടിയത്. ഫോർത്ത് ടേം കിട്ടാൻ എ പ്ലസ് 3d. ഫിഫ്ത്ത് ടേം കിട്ടാൻ, ഫോർത്ത് ടേം കിട്ടാൻ എ പ്ലസ് 3d. തേർഡ് ടേം കിട്ടാൻ എ പ്ലസ് 2d. ഫിഫ്ത്ത് ടേം കിട്ടാൻ എ പ്ലസ് 4d. സിക്സ്ത് ടേം കിട്ടാൻ എ പ്ലസ് 5d. അങ്ങനെയാണെങ്കിൽ അപ്പൊ nth ടേം, ഇപ്പൊ n എന്ന് പറയുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ nth ടേം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? സിക്സ്ത് ടേം കിട്ടാൻ 6 എ പ്ലസ് 5d ആയിരുന്നു. അപ്പൊ nth ടേം കിട്ടാൻ എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ആണോ? ഇതല്ലേ ജനറൽ ടേം വരിക nth ടേമിന്റെ. അപ്പൊ ഇതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി മനസ്സിലാക്കേണ്ട കാര്യം. nth ടേമിന്റെ ഇക്വേഷൻ ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. nth ടേം എന്ന് പറയുന്നത് എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ ഇതിന്റെ ഉപകാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഈ പാറ്റേണിലാണെങ്കിൽ, അല്ലെങ്കിൽ ഇതാണ് nth ടേം എങ്കിൽ, ഇപ്പൊ നമ്മളോട് ആരെങ്കിലും ചോദിച്ചു ഈ സീക്വൻസിന്റെ 100th ടേം എന്തായിരിക്കും? 100th ടേം എന്തായിരിക്കും? 100th ടേം എന്ന് പറയുന്നത് എ പ്ലസ് 99d ആയിരിക്കും അല്ലെ? കാരണം ഫസ്റ്റ് ടേം എ, രണ്ടാമത്തെ ടേം എ പ്ലസ് ഡി, മൂന്നാമത്തെ ടേം എ പ്ലസ് 2d, നാലാമത്തെ ടേം എ പ്ലസ് 3d, അഞ്ചാമത്തെ ടേം എ പ്ലസ് 4d, ഫിഫ്ത്ത് ടേം എ പ്ലസ് 4d, സിക്സ്ത് ടേം എ പ്ലസ് 5d. അങ്ങനെയാണെങ്കിൽ 100th ടേം എന്ന് പറയുന്നത് എ പ്ലസ് 99d ആയിരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഇതൊക്കെയാണ്. ഇപ്പൊ നമ്മളോട് ആരെങ്കിലും 100th ടേം ചോദിച്ചു, 100th ടേം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? എ പ്ലസ് 99d എന്ന് എഴുതാം. ആണോ? ഇനി 29th ടേം ചോദിച്ചു, അപ്പൊ നമുക്ക് എന്തെഴുതാം? എ പ്ലസ് 28d എന്ന് എഴുതാം. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അപ്പൊ നമുക്ക് ഈ തന്ന സീക്വൻസിൽ ഒന്ന് നമുക്ക് 100th ടേം ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് ഇവിടെ ഒരു സീക്വൻസ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ എ എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ടേം 2 അല്ലേ? കോമൺ ഡിഫറൻസ് എന്താണ്? കൂട്ടി പോകുന്നത് 7. അപ്പൊ ഞാനിപ്പോ ഇതിൽ ചോദിക്കുകയാണ് നിങ്ങൾക്ക് 100th ടേം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കൂട്ടിയും കൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 100th ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് 99d എന്ന് എഴുതാം. ഓക്കെ,
എ എന്ന് പറയുന്നത് അപ്പൊ എന്തായിരുന്നു? അപ്പൊ ഈ ഇക്വേഷന് കൊടുത്താൽ പോരെ 2 + 99 × 5 ഐഡിയ കിട്ടിയോ? അപ്പൊ 2 + 99 × 5 ചെയ്തതിന് എന്ത് കിട്ടും? അത് വരും. അപ്പൊ 495 എന്ന് വരും. അപ്പൊ 495 + 2 497 എന്ന് വരും. ഓക്കെ ആണോ? അപ്പൊ നമ്മളിപ്പോ ഇതിങ്ങനെ എഴുതിയും കൊണ്ട് 100 ടേം കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ അതാണ് ഇതുകൊണ്ടുള്ള ഇക്വേഷൻ അല്ല ഉപകാരം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക. ഉണ്ടോ? 100th ടേമിന് a + 99 29th ടേം ആണെങ്കിൽ a + 28 എന്ന് എഴുതാം. അപ്പൊ ഈ കാര്യം ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? പിന്നെ നമുക്ക് ഈ സെക്ഷനിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ടെക്സ്റ്റിൽ റിസൾട്ട് ആയിട്ട് പറയുന്നതാണ്. അതുകൂടെ നോക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ the difference between any two terms of an arithmetic sequence is the product of difference of position and the common difference. അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയ ഇത് ഞാൻ സിമ്പിൾ ഇതിലൂടെ പറഞ്ഞുതരാം. നാളത്തെ എഴുതിയ എക്സാമ്പിൾ തന്നെ എഴുതുന്നുണ്ട്. ഫസ്റ്റ് ടേം എ, രണ്ടാമത്തെ ടേം എന്തായിരുന്നു? a + d, മൂന്നാമത്തെ ടേം a + 2d, നാലാമത്തെ ടേം a + 3d ആണോ? ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഇതെന്തായിരുന്നു? നമ്മുടെ ഫസ്റ്റ് ടേം ആണോ? ഇത് സെക്കൻഡ് ടേം. ഇതെന്തായിരുന്നു? തേർഡ് ടേം. ഇത് ഫോർത്ത് ടേം ആണോ? അപ്പോ ഈ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പൊ തേർഡ് ടേമിന്റെ വാല്യൂ ഉണ്ടാവില്ലേ? ഇവിടെ ഒരു വാല്യൂ ഉണ്ടാവില്ലേ? a + 2d എന്ന് പറയുന്നതും a + d എന്ന് പറയുന്നതും. ജനറൽ ആയിട്ട് ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ 2 7 അതേമാതിരി എന്തുണ്ടായിരുന്നു? 11 11ഉം 5 എന്ത് വരും? 11 അല്ല 12 ആണല്ലേ, സോറി 17. ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നോക്ക്, തേർഡ് ടേം മൈനസ് തേർഡ് ടേം, ഇവിടെ തേർഡ് ടേം 12ഉം സെക്കൻഡ് ടേം ആരാണ്? 7ഉം അല്ലേ? അപ്പൊ നമുക്ക് തേർഡ് ടേം മൈനസ് സെവൻത്ത് ടേം എന്ത് വരും? 12 - 7. ഇത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് അവർ പറയുന്നത്? ഇവരുടെ പൊസിഷൻ ഡിഫറൻസ് ഉണ്ടല്ലോ. അതായത് ഇത് തേർഡ് ടേം ഇത് സെക്കൻഡ് ടേം ആണല്ലോ. അപ്പോ 3 - 2 പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്താണ് ആഡ് ചെയ്ത് പോകുന്നത് അതിനോട് ഈക്വൽ ആയിരിക്കും എന്നാ പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 12 - 7 എന്ത് വരും? 5 വരും. ഇതെന്ത് വരും? 3 - 2 1 × 5. കണ്ടോ? LHSഉം RHSഉം ഈക്വൽ തന്നെയാണല്ലോ. ഐഡിയ കിട്ടിയോ? അപ്പോൾ ജനറൽ ആയിട്ട് ഈ ഒരു കാര്യത്തിന് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയി എഴുതുന്നുണ്ട്. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ ഡിഫറൻസിന്റെയും പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ഓഫ് ദാറ്റ് അരിത്തമാറ്റിക് സീക്വൻസ് ആയിരിക്കും. നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ആ പറഞ്ഞ കാര്യമാണ് എഴുതുന്നത് കേട്ടോ. എന്തായിരുന്നു? ഡിഫറൻസ് ബിറ്റ്വീൻ any two terms of the AP എന്ന് പറയുന്നത് അരിത്തമാറ്റിക് സീക്വൻസ്. ഓക്കെ, അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് അപ്പൊ എന്തായിട്ട് എഴുതാം നമുക്ക്? ഡിഫറൻസ് ഇൻ ദയർ പൊസിഷൻ, പൊസിഷനിൽ ഉണ്ടാവണ മാറ്റം, ഡിഫറൻസ് ഇൻ ദയർ പൊസിഷൻ. ഇത് പ്രോബ്ലംസ് വരുന്നുണ്ട് കേട്ടോ അടുത്ത സെക്ഷനിൽ, പ്രോബ്ലത്തിന്റെ സെക്ഷനിൽ അവിടെ ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ക്ലിയർ ആവും. ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു mth ടേമും nth ടേമും അറിയാം. ഇതെന്ന് വെച്ചിരുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? m - n, mth ടേമും. അപ്പൊ പൊസിഷൻ ഡിഫറൻസ് എന്ത് വരും? m - n × d. ഈ രൂപത്തിൽ എഴുതാൻ പറ്റുന്നതാണ് പറഞ്ഞത്. ഓക്കെ ആണോ? അപ്പൊ ഇനി അടുത്ത റിസൾട്ട് പറയുന്നത് ഇതിനെ വേണമെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലൂടെ കാണാം. ഇനി അരിത്തമാറ്റിക് സീക്വൻസ് ടേം ഡിഫറൻസ്. ഇതാണല്ലോ ടേം ഡിഫറൻസ്. ഇത് ടേം ഡിഫറൻസ് അല്ലേ? ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്? പൊസിഷൻ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് m - n ആണ് എന്ത്? പൊസിഷൻ ഡിഫറൻസ്. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? അവിടുത്തെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്? d ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
ആണോ? ഇതാണ് നമ്മുടെ എന്ത് കെയുടെ സ്ഥാനത്ത് നമ്മൾ ഇങ്ങനെ എഴുതാറില്ലേ, y ഈക്വൽ ടു കെ എക്സ് എന്ന് എഴുതാൻ പറ്റുവാണെങ്കിൽ ഒരു കെ ഈസ് എ കോൺസ്റ്റന്റും ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, വൈയും എക്സും പ്രൊപ്പോർഷണൽ ആണെന്ന് പറയും, y പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് പറയും. ഇവിടെ ആ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ, എക്സ് എം മൈനസ് എക്സ് എൻ ഈക്വൽ ടു, അതായത് ടേം ഡിഫറൻസ് ഈക്വൽ ടു ഡി ഇൻറ്റു എന്തെഴുതാൻ പറ്റും, എം മൈനസ് എൻ എ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ടേം ഡിഫറൻസ് ഈക്വൽ ടു ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് ആണ്, പൊസിഷൻ ഡിഫറൻസ് ആണ്. ഇവിടെ ഇൻറ്റുണ്ട്. അപ്പൊ നോക്ക്, ഇപ്പൊ ഈ രൂപത്തിലായില്ലേ. അപ്പൊ ഇവിടുത്തെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, കോമൺ ഡിഫറൻസ് ആയിരിക്കും. ഇതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ക്ലിയർ ആണ് കരുതുന്നു. ഓക്കെ ആണോ? നമുക്ക് കുറച്ച് പ്രോബ്ലം നോക്കാം. അപ്പൊ ഇത് എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും. നമുക്ക് പ്രോബ്ലംസിലേക്ക് പോവാട്ടോ. അപ്പൊ ഒന്നാമത്തെ പ്രോബ്ലം, ഇവിടെ in each terms of the arithmetic sequence below some terms are missing. അതായത് arithmetic sequences തന്നിട്ടുണ്ട്, ഒരു 6 arithmetic sequence തന്നിട്ടുണ്ട്. അതിലൊക്കെ ചില terms missing ആണ്. ആ missing ആയ term ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ arithmetic sequence എന്താണെന്നുള്ള ബേസിക് ഐഡിയ വേണം. പിന്നെ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞ കാര്യങ്ങളും ഓർമ്മയുണ്ടെങ്കിൽ ഇത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോ 24 42 എങ്ങനെയായിരിക്കും, ഒരു ടേം തുടങ്ങിയ പിന്നെ ഡിഫറൻസ് കോമൺ ആയിരിക്കും. എന്തായിരിക്കും കൂട്ടിയിട്ടുണ്ടാവുക? അപ്പൊ നമുക്ക് ഇതിന്ന് ഡയറക്റ്റ് ഡി കണ്ടുപിടിച്ചൂടെ? ഇവിടെ എന്തായിരിക്കും കൂടിയിട്ടുണ്ടാവുക? ഡി എന്ന് കോമൺ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 42 മൈനസ് 24 ആയിരിക്കും. അത് എത്രയാണ്? 18. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. അപ്പൊ ഇനി ആ കോമൺ ഡിഫറൻസ് അങ്ങനെ ആഡ് ചെയ്ത് പോയാൽ പോരെ, മതിയോ? അപ്പൊ എന്ത് വരും? 42 കൂടെ 18 കൂട്ടിയ 60 വരും. 60 പ്ലസ് 18 78 വരും. ഓക്കെ, അപ്പൊ ഇത് സിമ്പിൾ ആണ്. ഇനി ഇത് കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെയും നോക്കാം. ഇവിടെ നമുക്ക് സെക്കൻഡ് ടേമും തേർഡ് ടേമും തന്നിട്ടുണ്ട്. അപ്പൊ സെക്കൻഡ് ടേമിൽ കൂടെ ഒരു ഡി കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോ നമുക്ക് തേർഡ് ടേം കിട്ടി. അപ്പൊ നമുക്ക് ഇവിടുന്നും ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് 42 മൈനസ് 24 തന്നെ ഡി 18 എന്ന് കിട്ടും. ആണോ? അപ്പോ 24ന്റെ മുന്നത്തെ ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് 18 കുറച്ചാൽ പോരെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. 42 കഴിഞ്ഞിട്ടുള്ള ടേം കിട്ടണമെങ്കിലോ ഒരു 18 കൂട്ടിയാൽ പോരെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 60 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ രണ്ടെണ്ണം സിമ്പിൾ ആണ്. ബേസിക് സീക്വൻസിന്റെ കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ട് വെച്ചിട്ടുള്ളതാണ് അടുത്ത വരുന്നത്. അപ്പൊ അതൊന്ന് നോക്കി നോക്കാം. ഇവിടെ എന്ത് തന്നിട്ടുണ്ട് നമുക്ക്? തേർഡ് ടേമും തന്നിട്ടുണ്ട്, തേർഡ് ടേമും ഫോർത്ത് ടേമും തന്നിട്ടുണ്ട്. ബാക്കി ടേംസ് ഒന്നും തന്നിട്ടില്ല. ഓക്കെ ആണോ? അപ്പൊ തേർഡ് ടേമും തന്നിട്ടുണ്ട്. ഇതെന്താണ്? തേർഡ് ടേം തന്നിട്ടുണ്ട്. അതേമാതിരി ഫോർത്ത് ടേമും തന്നിട്ടുണ്ട്. ആണോ? അപ്പൊ നമുക്ക് മറ്റേ ഇക്വേഷൻ കൊടുത്തൂടെ? ടേം ഡിഫറൻസ് എന്ന് പറയുന്നത്, ടേം ഡിഫറൻസ് ഈക്വൽ ടു, ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് ആയിരിക്കും. ആണോ? ആ കാര്യത്തിൽ കൊടുത്താൽ നമുക്ക് വേഗം ആൻസർ കിട്ടും. അപ്പൊ ടേം ഡിഫറൻസ് എന്താണ്? 24 മൈനസ് 42 ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? ഡി ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് 4 മൈനസ് 3 അല്ലേ? 4 മൈനസ് 3 ഇത് കൊടുക്കാം. അപ്പൊ ഇതെന്ത് വരും? 18 എന്ന് വരും. പൊസിഷൻ ഡിഫറൻസ് എന്ത് വരും? ഇവിടെ 1D എന്ന് വരും. ഇതും നമുക്ക് നേരത്തെ വഴി തന്നെ കിട്ടും ട്ടോ. കാരണം ഇവിടെയും തൊട്ടടുത്ത ടേമുകളാണ് തന്നിട്ടുള്ളത്. ഞാൻ ഇത് അടുത്ത പ്രോബ്ലംസിനൊക്കെ വേണ്ടി ഒരു ചെറിയ ഐഡിയ തന്നു മാത്രം. ഇതും നമുക്ക് ഇത് ചെയ്ത മാതിരി തന്നെ ചെയ്യാം. ഓക്കെ, ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഞാനൊരു ഐഡിയ തന്നു മാത്രം. അപ്പൊ ഇത് നമുക്ക് എന്ത് വരും? ഡി ഈക്വൽ ടു 18 എന്ന് കിട്ടി. പിന്നെ ബാക്കി ഞാൻ എഴുതുന്നുണ്ട്. അപ്പൊ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു 18. ആണോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇനി ഡയറക്റ്റ് കുറക്കാം, അല്ലെങ്കിൽ ഞാൻ ഇനി ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? തേർഡ് ടേം തന്നിട്ടുണ്ട്. അപ്പോ x3 തന്നിട്ടുണ്ട്. എന്താണെന്ന്? 24. x3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? a പ്ലസ് 2d അല്ലേ? അപ്പൊ a പ്ലസ് 2d ആണ് 24 തന്നിട്ടുള്ളത്. ഓക്കെ ആണോ? അപ്പൊ എന്ത് വരും? a പ്ലസ് 2d 24, d നമുക്ക് 18 എന്ന് കിട്ടി. അപ്പൊ a പ്ലസ് 2 ഇൻറ്റു 18 ഈക്വൽ ടു 24 എന്ന് വരും. ഒരു മിനിറ്റ്, ഇതിൽ എവിടെ തെറ്റിയിട്ടുണ്ട്? 24 മൈനസ് 42, 4 മൈനസ് 3. കറക്റ്റ് തന്നെ. അപ്പൊ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും?
24 മൈനസ് ഈ പ്ലസ് ഇത് 36 ആവുക 24 മൈനസ് 36 എന്ന് വരും. അപ്പൊ എന്ത് വരും -12 എന്ന് വരും കേട്ടോ. അപ്പൊ A നമുക്ക് കിട്ടി -12. ഇവിടെ നമ്മളൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും ആദ്യത്തെ 5 ടേംസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എഴുതി വരാം. ഫസ്റ്റത്തെ സീക്വൻസിൽ ആദ്യത്തെ 5 ടേം ഇപ്പൊ ക്ലിയർ ആയി കഴിഞ്ഞു. അല്ല, ഇത് മാത്രം മാർക്ക് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അറിയാത്തത് മാത്രം മാർക്ക് ചെയ്യാം. അപ്പോ ഇവിടെ നമുക്ക് ഇനി കംപ്ലീറ്റ് ചെയ്തുകൂടെ? അപ്പൊ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി -12 ആണെന്ന്. ആണോ? അടുത്ത എന്ത് വരും? അപ്പൊ -12 പ്ലസ് 18 എന്ന് വരും. ആണോ? 6 എന്ന് വരും. ക്ലിയർ ആണോ? ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് ഇനി ഇത് കൊടുക്കാം. ഇപ്പൊ പറഞ്ഞ കാര്യം ടേം ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? D ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് ആണ്. ആണോ? പൊസിഷൻ ഡിഫറൻസ് ആണ്. അപ്പൊ എന്ത് വരും? 42 മൈനസ് 24 ഈക്വൽ ടു D ഇൻറ്റു D ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പൊസിഷൻ ഡിഫറൻസ് എന്ത് വരും? ഇത് ഫസ്റ്റ് ടേമും ഇതെന്താണ്? തേർഡ് ടേമും. അപ്പോ 3 മൈനസ് 1 എന്ന് എടുക്കാം. ആണോ? അപ്പൊ എന്ത് വരും? 18 ഈക്വൽ ടു D. 3 മൈനസ് 1 2 ആയി 2D എന്ന് വരും. അല്ലെങ്കിൽ D ഈക്വൽ ടു 18/2 9 എന്ന് വരും. കോമൺ ഡിഫറൻസ് കിട്ടി 9. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 24 കൂടെ 9 കൂട്ടുക. അപ്പൊ എന്ത് വരും? 33. ഇനി എന്ത് വരും? 42 കൂടെ വീണ്ടും ഒരു 9 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? 51. അപ്പൊ നമുക്ക് അതും ക്ലിയർ ആയി. ഓക്കെ, ഇനി അഞ്ചാമത്തെ നോക്കാം. അഞ്ചാമത്തെ ഏതൊക്കെയാ തന്നിട്ടുള്ളത്? നമുക്ക് സെക്കൻഡ് ടേമും തന്നിട്ടുണ്ട്, സെക്കൻഡ് ടേമും തന്നിട്ടുണ്ട്, അതേമാതിരി ഫോർത്ത് ടേമും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താവും? 42 ആദ്യം വേണമെങ്കിൽ ഇക്വേഷൻ എഴുതി വെച്ചിട്ടോ. എല്ലാത്തിലും ഇക്വേഷൻ എഴുതിക്കോളൂ കേട്ടോ. അപ്പോൾ ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ D ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് ആണ്. പൊസിഷൻ ഡിഫറൻസ് ആണ്. അപ്പോ ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 42 മൈനസ് 24 തന്നെ വരും. ഓക്കെ, പൊസിഷൻ ഡിഫറൻസ് എന്ത് വരും? D ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർത്ത് ടേമും സെക്കൻഡ് ടേമും അല്ലേ? അപ്പൊ 4 മൈനസ് 2 18 ഈക്വൽ ടു D 2 ഇൻറ്റു D ഈക്വൽ ടു 9 തന്നെ വരും. 18/2 9 തന്നെ വരും. അപ്പൊ വീണ്ടും ഇനി 24 തൊട്ട് മുന്നത്തെ ടേം കിട്ടണമെങ്കിൽ അപ്പൊ എന്ത് ചെയ്താൽ മതി? 9 കുറച്ചാ പോരെ. അപ്പൊ 24 9 കുറച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 15 വരും. ഓക്കെ ആണോ? ഇനി അടുത്ത ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? വീണ്ടും ഒരു 9 കൂട്ടിയാൽ പോരെ. അപ്പൊ 33 വരും. വീണ്ടും ഒരു 9 കൂട്ടുക, 51 വരും. അപ്പൊ ഇതും ക്ലിയർ ആണ് കരുതുന്നു. അപ്പൊ ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. നോക്കാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഫസ്റ്റ് ചോദ്യത്തില് ഉണ്ടായിരുന്ന ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് ആരൊക്കെയാണ്? സ്പീഡ് പറയുന്നുണ്ട്. ഇവിടെ തന്നിട്ടുള്ളത് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, പിന്നെ ആരെ തന്നിട്ടുണ്ട്? ഫോർത്ത് ടേം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 42 മൈനസ് 24 വരും. D ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് ആണോ? പൊസിഷൻ ഡിഫറൻസ് എന്ത് വരും? ഇവിടെ ഫോർത്ത് ടേമും ഫസ്റ്റ് ടേമും അല്ലേ? 4 മൈനസ് 1. അപ്പൊ 18 ഈക്വൽ ടു 3D എന്ന് വരും. D ഈക്വൽ ടു 18/3 എന്ന് വരും. 6 എന്ന് വരും. നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ 6. പിന്നെ 6 കൂട്ടിപ്പോയാൽ പോരാ. 24 6 30, 30 6 36. ഐഡിയ കിട്ടിയോ? അപ്പൊ നമുക്ക് ഇതൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഡൗട്ട് ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻക്ക് പോവാണേ. ഓക്കെ, ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? the terms in two position. ഇതൊക്കെ രണ്ട് പൊസിഷനിലുള്ള ടേംസ് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ബാക്കി ഫസ്റ്റത്തെ 5 ടേം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണമെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അരിത്തമാറ്റിക് സീക്വൻസ് എന്നാ ചോദിച്ചെങ്കിൽ ആദ്യം അകത്തെ ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസും കിട്ടുക നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പരിപാടി എളുപ്പമായിരിക്കും. നമുക്ക് നോക്കാം. ഇവിടെ തേർഡ് ടേം 34 എന്ന സിക്സ്ത് ടേം. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ തന്നെ കൊടുത്തൂടെ? നമുക്ക് എന്ത് കൊടുക്കാം? ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? D ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് ആണ്. അത് കൊടുക്കാം അല്ലെ? അപ്പോ ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? സിക്സ്ത് ടേം വന്നിട്ടുണ്ട്, തേർഡ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്
67 മൈനസ് 34 എന്ന് വരും. പൊസിഷൻ തമ്മിലുള്ള ഡി ഇൻറ്റു പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്ത് വരും? 6 മൈനസ് 3 എന്ന് വരും. ക്ലിയർ ആണോ? അപ്പൊ എന്ത് വരും? 67 മൈനസ് 34 എന്ന് വെച്ച് കഴിഞ്ഞാൽ 33 എന്ന് വരും, ഈക്വൽ ടു 3d എന്ന് വരും, അല്ലെങ്കിൽ d ഈക്വൽ ടു 33/3 11 എന്ന് വരും. അപ്പൊ കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്കിപ്പോ തേർഡ് ടേം തന്നിട്ടുണ്ട് 34 എന്ന്, x3 തന്നിട്ടുണ്ട് എന്ത് 34 എന്നുള്ളത്. x3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ശരിക്ക്? a പ്ലസ് 2d അല്ലേ? തേർഡ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ a പ്ലസ് 2d ആണ്. അപ്പൊ നമുക്ക് a പ്ലസ് 2 into 11 2 into 11 ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്? അത് 34 ആണ് തന്നിട്ടുണ്ട്. a കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്യുന്നത്. അപ്പോൾ a പ്ലസ് 22 ഈക്വൽ ടു 34 എന്ന് വരും, അല്ലെങ്കിൽ a എന്ത് വരും? 34 മൈനസ് 22 എന്ന് വരും. അപ്പോൾ 12 എന്ന് വരും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. ഇനി നമുക്ക് ആ സീക്വൻസ് ഒന്ന് എഴുതി വെക്കാം. അപ്പൊ നമുക്ക് ഇനി സിമ്പിൾ ആയിട്ട് എഴുതിക്കൂടെ? ഫസ്റ്റ് ടേം എന്ത് തന്നിട്ടുണ്ട്? ഫസ്റ്റ് ടേം 12 എന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് എത്രയാണ്? 11. അപ്പൊ 11 ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ പോരെ? എന്ത് വരും? 23 വരും, 23 34 വരും, അടുത്ത എന്ത് വരും? 45 വരും. 4 ടേം ആയി, ഒരെണ്ണം കൂടി എഴുതി നിർത്താം, 56 വരും. ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും. അപ്പൊ അതിന്റെ ആൻസർ ആയോ? ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതെന്ത് ഇക്വേഷൻ ഞാൻ എഴുതുന്നില്ല. ടേം ഡിഫറൻസ് ഈക്വൽ ടു ഡി ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ്, അത് എല്ലായിടത്തും എഴുതിക്കോളണേ. അപ്പൊ എന്ത് വരും? ഇവിടെ ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 76 മൈനസ് 43 എന്ന് വരും. ഡി ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് എന്ത് വരും? വീണ്ടും 6 മൈനസ് 3 തന്നെ വരും. 76 മൈനസ് 43യും സെയിം ആണ്, 33 വരും. ഡി ഇൻറ്റു 3 എന്ന് വരും, അല്ലെങ്കിൽ ഡി ഈക്വൽ ടു 33/3 11 എന്ന് വരും. അപ്പൊ ഇവിടെയും കോമൺ ഡിഫറൻസ് 11 ആണ്. ഫസ്റ്റ് ടേം എന്താ വരുന്നത് നോക്കാം. അപ്പൊ നമുക്ക് x3 തന്നെ തന്നിട്ടുണ്ട്. x3 എത്രയാണ് തന്നിട്ടുണ്ട്? a പ്ലസ് 2d എത്രയാണ് തന്നിട്ടുണ്ട്? 43 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ a പ്ലസ് 2 into 11 ഈക്വൽ ടു 43 തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ a പ്ലസ് 22 ഈക്വൽ ടു 43 തന്നിട്ടുണ്ട്. a എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 43 മൈനസ് 22 എന്ത് വരും? 21 എന്ന് വരും. അപ്പൊ ഫസ്റ്റ് ടേം 21 ആണ്. 21 തുടങ്ങുന്ന സീക്വൻസ് പിന്നെ എന്ത് ചെയ്താൽ മതി? 11 ആഡ് ചെയ്താൽ പോരെ? അപ്പൊ 32 വരും, അടുത്ത എന്ത് വരും? 43 വരും, അടുത്ത എന്ത് വരും? 54 വരും, അടുത്ത എന്ത് വരും? 65 വരും. പിന്നെ അങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും. ഐഡിയ കിട്ടിയോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിന്റെ അടുത്ത സബ് ക്വസ്റ്റ്യൻ മൂന്നാമത്തെ എന്താ പറഞ്ഞത്? തേർഡ് ടേം 43യും സിക്സ്ത് ടേം 76ഉം. അപ്പൊ എന്ത് വരും? ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ത് വരും? 76 മൈനസ് 43. ഡി ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് എന്ത് വരും? 3. എന്ത് വരും? 76 മൈനസ് 43 എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ എന്ത് വരും? 7 മൈനസ് 4 33. അപ്പോൾ 3d ഈക്വൽ ടു 33 എന്ന് വരും. അപ്പോൾ d ഈക്വൽ ടു 33/3 11 എന്ന് വരും. ആണോ? ഇത് നമ്മൾ ചെയ്തതാണല്ലേ. സോറി, ക്വസ്റ്റ്യൻ മാറ്റമുണ്ട്. ഇത് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. 3 ഏതൊക്കെ ഒന്ന് വിട്ടുപോയോ? തേർഡ് വേറെ ക്വസ്റ്റ്യൻ ആണല്ലേ. സോറി, എഴുതിയത് മാറിപ്പോയതാ. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ എന്ത് വരും? തേർഡ് ടേം 2ഉം ഫിഫ്ത്ത് ടേം 3യും. അപ്പോൾ തേർഡ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ത് വരും ഇവിടെ? 3 മൈനസ് 2 വരും, 3 മൈനസ് 2. പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് 5 മൈനസ് 3 2d എന്ന് വരും. അപ്പോൾ 3 മൈനസ് 2 1 ഈക്വൽ ടു 2d എന്ന് വരും, അല്ലെങ്കിൽ d ഈക്വൽ ടു 1/2 എന്ന് വരും. കോമൺ ഡിഫറൻസ് 1/2. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കൂടി കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് തേർഡ് ടേം തന്നിട്ടുണ്ട്, 2 തന്നിട്ടുണ്ട്. അപ്പോൾ x3 തന്നിട്ടുണ്ട്, a പ്ലസ് 2d തന്നിട്ടുണ്ട്. എത്രയാണ്? 2 ആണെന്ന്. അപ്പോൾ a പ്ലസ് 2 into 1/2 എന്താണ്? 2. 2 into 1/2 വെച്ച് കഴിഞ്ഞാൽ 1. a പ്ലസ് 1 ഈക്വൽ ടു 2 എന്ന് വരും. a ഈക്വൽ ടു എന്ത് വരും? 2 മൈനസ് 1 വരും. ഓക്കെ, നമുക്ക് ഇതൊന്ന് എഴുതി വെക്കാം. അപ്പൊ 1 തുടങ്ങിയിട്ട് 0.5 ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ് ആണോ? 1 തുടങ്ങുക, അപ്പൊ അടുത്ത് എന്ത് വരും? 1.5 വരും. ഓക്കെ ആണോ? അടുത്തത് ആര് വരും? 2 വരും, 2.5 വരും,
3 വരും. ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും കേട്ടോ. ഓക്കെ ആണെന്ന് കരുതുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ എന്തോന്നുണ്ട്? ഫോർത്ത് ടേം കളർ മാറിപ്പോയി. ഫോർത്ത് ടേം 2 ന്നും സെവൻത്ത് ടേം 3 ന്നും തന്നിട്ടുണ്ട്. അപ്പൊ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ത് വരും? 3 - 2 എന്ന് വരും. പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് സെവൻത്ത് ടേമും ഫോർത്ത് ടേമും ആണല്ലോ. അപ്പൊ ഇത് 7 - 4 ഇൻറ്റു ഡി ഇവിടെ വരും. ആണോ? ഡി ഇവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ 3 - 2 1 = 7 - 4 3d എന്ന് വരും. അല്ലെങ്കിൽ d = 1/3 എന്ന് വരും. ഇനി എ കൂടെ കണ്ടുപിടിച്ച് നോക്കാം. എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു ഇക്വേഷൻ കൊടുത്തു നോക്കാം. അപ്പോൾ x4 ഫോർത്ത് ടേം തന്നിട്ടുണ്ട് എത്രയാണെന്ന്? a + 3d സ്ഥാനത്ത് 2 ആണെന്ന് തന്നിട്ടുണ്ട്. a + 3 × 1/3 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 3 യും 3 യും ക്യാൻസൽ ആക്കിയാൽ a + 1 = 2 എന്ന് എഴുതാം. അല്ലെങ്കിൽ a = 2 - 1 1 എന്ന് എഴുതാം. ആണോ? അപ്പൊ d 1/3 യും a 1 ഉം ആയിട്ടുള്ള സീക്വൻസ്. അപ്പോൾ എന്ത് ചെയ്യാ? 1 സ്റ്റാർട്ട് ചെയ്യുക. 1/3 ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ്. അപ്പൊ 1 വരും. 1 + 1/3 എന്ത് വരും? 1 + 1/3 എന്ന് പറയുന്നത് 3 + 1 4/3 എന്ന് വരും. ഇനി വീണ്ടും ഒരു 1/3 ആഡ് ചെയ്യുമ്പോൾ 5/3 ഉണ്ടാവും. അടുത്ത എന്ത് വരും? 6/3. 6/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആണ്. അടുത്തത് 7/3 വരും. ഇങ്ങനെ പോകുന്ന സീക്വൻസ്. അതിൽ ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ആഡ് ചെയ്തതിൽ ഡൗട്ട് ഉണ്ടോ? ആഡ് ചെയ്തതിൽ ഡൗട്ട് ഉള്ളവരോട് നോക്കിക്കട്ടോ. എങ്ങനെ ആഡ് ചെയ്യുക? ഫസ്റ്റ് എന്ത് വരും? 1 + 4/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആഡ് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന മാതിരി ആഡ് ചെയ്യാം. ആണോ? അല്ലെങ്കിൽ LCM ഒക്കെ എടുത്തിട്ടും ചെയ്യാം. അപ്പൊ എന്ത് വരും? 3 + 1 + 4/3 അല്ല 1/3. അതാണല്ലോ നമ്മുടെ കോമൺ ഡിഫറൻസ്. എന്ത് വരും? 3 + 1 4/3 എന്ന് വരും. ഇനി 4/3 + 1/3 ആണെങ്കിലോ? 4/3 + 1/3. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണല്ലോ. നമുക്ക് എന്ത് ആഡ് ചെയ്താൽ മതി? ഡിനോമിനേറ്റർ സെയിം തന്നെ മുകളിൽ ആഡ് ചെയ്ത് എഴുതാം. 4 + 1 എന്ന് വരും. എന്ത് വരും? 5/3 എന്ന് വരും. അപ്പൊ അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രം. അതൊക്കെ അറിയണ്ടാവും കരുതുന്നു. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അവിടെ എന്ത് തന്നിട്ടുണ്ടായിരുന്നു? ലാസ്റ്റില് തേർഡ് ടേം എത്രയെന്ന് തന്നിട്ടുണ്ട്? 2 എന്നും തന്നിട്ടുണ്ട്. ഫിഫ്ത്ത് ടേം എന്ത് തന്നിട്ടുണ്ട്? 2 ആണ്. തേർഡ് ടേം 2 എന്നും ഫിഫ്ത്ത് ടേം 3 എന്നും തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് തേർഡ് ടേം 2 ഉം ഫിഫ്ത്ത് ടേം 3 ഉം. അപ്പൊ നോക്കി നോക്കാം എങ്ങനെയായിരിക്കും സീക്വൻസ് എന്നുള്ളത്. അയ്യോ ഇതല്ല അല്ലെ, പറഞ്ഞ മാറി, വീണ്ടും മാറി. അയ്യോ, ഏതായിരുന്നു ക്വസ്റ്റ്യൻ? ഫിഫ്ത്ത് ആണ് അല്ലെ. സെക്കൻഡ് ടേം 5. സെക്കൻഡ് ടേം 5 ഉം ഇവിടെ എഴുതുന്നുണ്ടേ. സെക്കൻഡ് ടേം 5 ഉം ഫിഫ്ത്ത് ടേം എന്ത് വരും? 3 ഉം. അപ്പോ നമുക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് നോക്കുന്നത് എന്ത് സീക്വൻസ് ആയിരിക്കും? രണ്ടാമത്തെ ടേം 5 ആയിരുന്നു. അഞ്ചാമത്തെ ടേം എത്തിയപ്പോ കുറഞ്ഞ് 3 ആയി. അപ്പൊ ഇത് ഡിക്രീസിങ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഡി ഷുവർ ആയിട്ട് എന്ത് കിട്ടുമായിരിക്കും? ഒരു നെഗറ്റീവ് സംഖ്യ കിട്ടുമായിരിക്കും. നോക്കി നോക്കാം. അപ്പൊ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ത് വരും? 3 - 5 വലുത്. 3 - 5. അപ്പൊ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസും അതേ ഓർഡറിൽ എടുക്കണം. 5 - 2 ആണല്ലോ. 3 എടുത്ത് നമ്മൾ ഫിഫ്ത്ത് ടേം ആയിരുന്നു. അപ്പൊ 5 - 2 എടുക്കണം. 5 - 2 × d എന്ന് വരും. ആണോ? അപ്പൊ -2 = 3 - 5 - 2 ആണോ? ഒരു കാര്യം ഇവിടെ തെറ്റുണ്ട്. ഫിഫ്ത്ത് ടേം തന്നിട്ടുള്ളത് എത്രയാണ്? 2 ആണ് കേട്ടോ. 2 - 5 ആണ് ഇവിടെ എടുക്കേണ്ടത്. 2 - 5 = എന്ത് വരും? 2 - 5 = 5 - 2 × d എന്ന് വരും. 5 - 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? തെറ്റിയപ്പോ അത്
സെക്കൻഡ് ടേം 5 എന്നും തന്നിട്ടുണ്ട്, ഫിഫ്ത്ത് ടേം 2 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 2 മൈനസ് 5 വരും. അപ്പോൾ എന്ത് വരും? -3 എന്ന് വരും കേട്ടോ അവിടെ. അതേമാതിരി പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് 5 മൈനസ് 2 എന്ന് വരും. അപ്പോൾ 3d, അല്ലെങ്കിൽ d ഈക്വൽ ടു എന്ത് വരും? 3/-3 എന്ന് വരും. d ഈക്വൽ ടു -1 എന്ന് വരും. അപ്പോൾ നമ്മൾ വിചാരിച്ച മാതിരി d മൈനസ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? കറക്റ്റ് ചെയ്യുന്നുണ്ട്, വൃത്തിക്ക് എഴുതാനാണ്. -3 ഈക്വൽ ടു 3d എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് a കൂടെ കണ്ടുപിടിച്ചാൽ പോരെ. സെക്കൻഡ് ടേം തന്നിട്ടുണ്ട്, എന്താണെന്ന് സെക്കൻഡ് ടേം തന്നിട്ടുണ്ട്, x2 തന്നിട്ടുണ്ട്. x2 എന്ന് വെച്ചാൽ a പ്ലസ് d ആണ്. a പ്ലസ് d 5 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് വരും? a പ്ലസ് -1 അല്ലെങ്കിൽ a മൈനസ് 1 5 ആണ് തന്നിട്ടുണ്ട്. a എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്ലസ് 1 6 ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ടേം 6 തുടങ്ങുന്ന സീക്വൻസ് ആയിരിക്കും, ആണോ? പിന്നെ കോമൺ ഡിഫറൻസ് -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് പോണ സീക്വൻസ്. അപ്പൊ 6 5 4 3 2 അങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും കേട്ടോ. ഐഡിയ കിട്ടിയോ? അപ്പൊ ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.